മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് CSEB എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാങ്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എക്സാമിന് സ്ഥിരം എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ. ഇമ്പീരിയൽ ബാങ്കിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് വരാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് മുതലായ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ SBI ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്. SBI എന്ന് പറയുന്നത് നമുക്കറിയാം ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്താണ് ഇൻ ഇന്ത്യ. SBI is the largest public sector bank with a large number of branches and offices in India and abroad. അല്ലെങ്കിൽ ഇന്ത്യക്കും പുറത്തും എന്താണ് ബ്രാഞ്ചസ് ഉള്ള ലാർജ് എന്താണ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉള്ള എന്താണ് പ്രധാനപ്പെട്ട ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് എന്ത് SBI എന്ന് പറയുന്നത്. The origin of SBI goes back to the establishment of Bank of Calcutta, which was established in the 2nd June 1806 and was redesigned as Bank of Bengal in 2nd January 1809. അപ്പൊ ഇവിടെ SBI എന്താണെന്ന് അറിയാം, SBIയുടെ ഫങ്ഷൻസ് എന്താണെന്ന് അറിയാം. അതൊക്കെ നമുക്ക് അവിടെ ഒന്ന് പോസ് ചെയ്യാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് 1955 SBI ഫോം ചെയ്തത്, എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമേഷൻ, എന്തൊക്കെ ആണ് അതിന്റെ പുറകിൽ, എന്തൊക്കെ ബാങ്കുകളാണ് മെർജ് ചെയ്ത് അല്ലെങ്കിൽ ഏതൊക്കെ ബാങ്കുകളാണ് പിന്നീട് അത്തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫോർമേഷന് കാരണമായത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് SBI ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ തുടക്കം എങ്ങനെയാണ്, ബാങ്ക് ഓഫ് കൽക്കട്ട 1806 ബാങ്ക് ഓഫ് കൽക്കട്ട ഫോം ചെയ്യുന്നത്. കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 2nd ജൂൺ 1806 ഫോം ചെയ്തിരിക്കുന്നത്. Redesigned as a Bank of Bengal in 2nd January 1809. 1809 ഈ പറയുന്ന ബാങ്ക് ഓഫ് കൽക്കട്ടയെ നമ്മൾ റീഡിസൈൻ ചെയ്തു എന്നോ റീനെയിം ചെയ്തു എന്നോ പറയാം കേട്ടോ. നമുക്ക് റീഡിസൈൻ ചെയ്തു എന്നോ റീനെയിം ചെയ്തു എന്നോ നമുക്ക് പറയാൻ സാധിക്കും. സോ 2nd ജൂൺ 1806 ബാങ്ക് ഓഫ് കൽക്കട്ടയാണെങ്കിൽ നമ്മൾ അതിനെ റീനെയിം ചെയ്ത് 1809 എന്ത് പേരായിട്ട് മാറ്റി, ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി കേട്ടോ. ബാങ്ക് ഓഫ് ബംഗാൾ. അപ്പൊ ഏതാണ് ബാങ്ക് ഓഫ് കൽക്കട്ടയാണ് പിന്നീട് ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട് മാറിയത്. ഏത് വർഷമാണ്, 2nd ജനുവരി 1809 അത് എന്തായിട്ട് മാറി, ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട് മാറി. നമുക്ക് പ്രസിഡൻസി ബാങ്കുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട, അതായത് ഇമ്പീരിയൽ ബാങ്കിന്റെ ഫോർമേഷന് കാരണമായത് പ്രസിഡൻസി ബാങ്കുകളാണ്. 3 പ്രധാനപ്പെട്ട പ്രസിഡൻസി ബാങ്കുകളാണ്. ഏതൊക്കെയാണ് അവ? ബാങ്ക് ഓഫ് ബംഗാൾ. ഒരിക്കലും ബാങ്ക് ഓഫ് കൽക്കട്ടയും ബാങ്ക് ഓഫ് ബംഗാളും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബാങ്ക് ഓഫ് ബംഗാൾ ഫോം ചെയ്തപ്പോൾ ഏതിന്റെ റിലവൻസ് അവിടെ നഷ്ടപ്പെട്ടു, ബാങ്ക് ഓഫ് കൽക്കട്ടയുടെ റിലവൻസ് അവിടെ നഷ്ടപ്പെട്ടു. റീനെയിം ചെയ്ത പേരിലാണ് അത് പിന്നീട് അറിയപ്പെട്ടത്. സോ നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ ആര് മതി, ബാങ്ക് ഓഫ് ബംഗാൾ മതി അല്ലെ. സോ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്, ഈ 3 ബാങ്കുകളെയാണ് നമ്മൾ പ്രസിഡൻസി ബാങ്കുകൾ എന്ന് ടേം ചെയ്തിരുന്നത്. കൃത്യമായി നമുക്കതിന്റെ വർഷങ്ങൾ പഠിക്കാം. ബാങ്ക് ഓഫ് ബംഗാൾ നമ്മൾ പറഞ്ഞു 2nd ജനുവരി 1809 ബാങ്ക് ഓഫ് ബംഗാൾ ഫോം ചെയ്തിട്ടുള്ളത്. ബാങ്ക് ഓഫ് ബോംബെ 15th ഏപ്രിൽ 1840 എന്നാണ് ബാങ്ക് ഓഫ് ബോംബെ എന്നാണ് 15th ഏപ്രിൽ 1840 ബാങ്ക് ഓഫ് ബോംബെ ഫോം ചെയ്തത്. ബാങ്ക് ഓഫ് മദ്രാസ് ആണെങ്കിലോ 1st ജൂലൈ 1843 ഏത് ഫോം ചെയ്തത്, ബാങ്ക് ഓഫ് മദ്രാസ്. ഇപ്പൊ പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയാണ്, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. അപ്പൊ നമ്മൾ ഡേറ്റ് സഹിതം ഓർത്ത് വെച്ചിരിക്കുക. ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് 2nd ജനുവരി 1809, ബാങ്ക് ഓഫ് ബോംബെ 15th ഏപ്രിൽ 1840, ബാങ്ക് ഓഫ് മദ്രാസ് എന്ന് പറയുന്നത് 1st ജൂലൈ 1943 അല്ലെ. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക.
Then the Presidency Bank Act. Presidency Bank Act എന്നാണ് നിലവിൽ വന്നത്? Presidency Bank Act നിലവിൽ വന്നത് 1 May 1876 ഒന്നുകൂടെ ഓർത്തോളുക. Presidency Bank Act 3 പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയെന്നും അതെല്ലാം ഏത് വർഷമാണ് നിലവിൽ വന്നതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ ഇവിടെ പറയുന്നത്? ദ പ്രസിഡൻസി ബാങ്ക് ആക്ട്. പ്രസിഡൻസി ബാങ്ക് ആക്ട് നിലവിൽ വന്നത് 1876 കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 1 May 1876 Imperial Bank of India was established in 27th January 1921. Then Presidency Bank Act വന്നു. അതിന് പുറകെ എന്ത് ഫോം ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തു. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്ത വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്താണ്? 27 ജനുവരി 1921 എന്ത് വന്നത്? ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തത് എന്നാണ്. 27 ജനുവരി 1921 ബൈ അമാൽഗമേഷൻ ഓഫ് 3 പ്രസിഡൻസി ബാങ്ക്. ഈ പറയുന്ന 3 പ്രസിഡൻസി ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തു എന്നാണ് 27 ജനുവരി 1921 എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ഫോം ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തു. It was governed by the Imperial Bank of India Act 1920. 1921 വന്നു. ഇമ്പീരിയൽ ബാങ്കിന്റെ ആക്ട് എന്നാണ്? 1920 മറന്നു പോകരുത്. ഇമ്പീരിയൽ ബാങ്കിന്റെ ആക്ട് എന്നാണ്? 1920 അപ്പൊ നമ്മൾ ഇമ്പീരിയൽ ബാങ്കിന്റെ ആക്ട് പഠിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, എന്താണ്? പ്രസിഡൻസി ബാങ്ക് ആക്ട് 1 May 1876 അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡൻസി ബാങ്ക് ആക്ട് 1876. ഇമ്പീരിയൽ ബാങ്ക് എന്താണ് ഫോം ചെയ്തതിന്റെ പ്രീവിയസ് ഇയർ നമ്മൾ നോക്കിയാൽ മതി. 1920 ആക്ട് 21 നിലവിൽ വരുന്നു. ഇനി എന്താണ് പറയുന്നത്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾസോ ഫങ്ഷൻഡ് ആസ് എ സെൻട്രൽ ബാങ്ക് പ്രയർ ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നതിന് മുന്നേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വന്നത്? ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1 ഏപ്രിൽ 1935 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ഫ്രം 1 ഏപ്രിൽ 1935. ബിഫോർ ദാറ്റ്, അതിനു മുന്നേ ഒരു സെൻട്രൽ ബാങ്ക് എന്നുള്ള രീതിയിൽ ഫംഗ്ഷൻ ചെയ്തു പോകുന്നത് ആരായിരുന്നു? ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു കേട്ടോ. റിസർവ് ബാങ്ക് വരുന്നതിന് മുന്നേ ആരായിരുന്നു? ഇമ്പീരിയൽ ബാങ്ക് ആണ് ആ കർത്തവ്യം നിർവഹിച്ചിരുന്നത്. When RBI was established in 1935, Central Bank of the country, all accounts of government was transferred from Imperial Bank to RBI. അപ്പോൾ അവിടെ RBI ഫോം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇമ്പീരിയൽ ബാങ്കും അവിടെ ഗവൺമെന്റും ഇമ്പീരിയൽ ബാങ്കുമാണ് അവിടെ പാർട്ട്ലി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഫുള്ള് കൺട്രോൾ ആരിലേക്ക് കൊടുത്തു? RBIയിലേക്ക് അവിടെ ട്രാൻസ്ഫർ ചെയ്തു. The Imperial Bank India was founded by J.M. Keynes on 27th January 1921. Okay. Then Imperial Bank founder അല്ലേ? ഫൗണ്ടർ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് നമുക്ക് പറയാം. ഫൗണ്ടർ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ആരാണ്? J.M. Keynes ആണ്. ഫൗണ്ടർ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ആരാണ്? J.M. Keynes ആണ്. J.M. Keynes on 27 January 1921. ഇനി ഇത്തരത്തിലൊരു ഇമ്പീരിയൽ ബാങ്കിന്റെ ഫോർമേഷനുമായി അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ട് ചെയ്ത് അതിനെ റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റി നമുക്കുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്നത്. അവരുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ്. ഏതാണ് കമ്മിറ്റി? അതെ, 1951 RBI അപ്പോയിന്റ് ചെയ്ത് ഗോർവാല ചെയർമാൻഷിപ്പിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഗോർവാല കമ്മിറ്റി എന്ന് വിളിക്കാറുണ്ട്. 51 വരികയും 54 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തൊരു കമ്മിറ്റിയാണ്. അവരുടെ റെക്കമെൻഡേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആണ് ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഹെഡഡ് ബൈ A.D. ഗോർവാല ഇൻ 1951 അല്ലെ? 1951 RBI കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. ലീഡർ അല്ലെങ്കിൽ ചെയർമാൻഷിപ്പ് സ്ഥാനം വഹിച്ചത് ആരാണ് അവിടെ? A.D. ഗോർവാലയാണ്.
In 1954, the committee submit his report with the recommendation of nationalization of Imperial Bank of India. 1954 എന്താശയം മുന്നോട്ട് വെച്ചു? നാഷണലൈസേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചു. The Imperial Bank of India was nationalized and the State Bank of India was constituted in 1st July 1955. അതുമായി ബന്ധപ്പെട്ട് ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്യുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുകയും ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഫോം ചെയ്തത്? 1st July 1955. ഇയറുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു പോർഷനിൽ വളരെ പ്രധാനപ്പെട്ടതും എന്ത് തന്നെയാണ്? ഇയറുകൾ തന്നെയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്നാണ് SBI വന്നത്, എന്നാണ് ഇമ്പീരിയൽ ബാങ്ക് വന്നത്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്, ഇതെല്ലാം ഇയർ നല്ലപോലെ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. സോ ഹിയർ നമ്മൾ ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തു 1st July 1955. ദെൻ ഇപ്പൊ നമ്മൾ അതിൻ്റെ ഒരു ഇമ്പീരിയൽ ബാങ്കിന്റെ ഫോർമേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ് പ്രസിഡൻസി എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്തിലോട്ട് മാറാം? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് അവർ കൊണ്ടുവന്ന സ്കീമുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പല സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അതിലോട്ട് പോകാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻ നമ്മൾ പഠിച്ചു 1st July 1955. 1st July 1955 വന്നത്. The SBI Act was passed in 8th May 1955. പക്ഷെ ആക്ട് പാസ് ചെയ്തത് എന്നാണ്? SBIയുടെ ആക്ട് പാസ് ചെയ്തത് 8th May 1955. The government passed the SBI Subsidiary Bank Act, which made the 8 state bank associates of SBI. അതായത് ഗവൺമെന്റ് നമ്മൾ പറഞ്ഞു 1st July 1955 SBI വന്നു. SBIയുടെ ആക്ട് പാസ് ചെയ്ത് കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 8th May എന്താണ് 1955 ആണ്. ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ചെയ്ത ആക്ട് ആണ് SBI Subsidiary Bank Act. SBI Subsidiary Bank Act, which made 8 state bank associates of എന്നാണ് SBI. SBIയും കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട 8 അസോസിയേറ്റഡ് ബാങ്കുകളും അവിടെ ഫോം ചെയ്തു. SBIയുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 കോടിയായിരുന്നു. SBIയുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയാണ്? 20 കോടിയാണ്. അപ്പൊ നമ്മൾ ഇനിഷ്യൽ ക്യാപിറ്റൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതായത് RBIക്ക് 5 crore ആയിരുന്നു, നബാർഡിന് 100 crore ആയിരുന്നു, DICGCക്ക് 15 crore ആയിരുന്നു. അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ് നമുക്കിവിടെ SBIക്ക് 20 crore ആയിരുന്നു. അപ്പൊ ഇനിഷ്യൽ ക്യാപിറ്റൽ നമുക്ക് എന്താണ് ചോദിക്കാൻ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനിഷ്യൽ ക്യാപിറ്റൽ ഓഫ് SBI 20 കോടിയാണ് അല്ലെ? ഇനി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? 8 അസോസിയേറ്റ് ബാങ്കുകളും കൂടെ ഫോം ചെയ്തു എന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഏതാണ് ആ 8 അസോസിയേറ്റ് ബാങ്കുകൾ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് അല്ലെ? 8 അസോസിയേറ്റ് ബാങ്കുകളെയാണ് ഞാൻ പറഞ്ഞത്. അഗൈൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. ഓക്കെ അല്ലേ? എന്താണ് 8 അസോസിയേറ്റ്സ് ബാങ്ക്സ് ഓഫ് SBI. ദെൻ ഇനി എന്താണ്? പല ബാങ്കുകളും ഇപ്പോ നിലവിൽ SBIക്ക് നമുക്കറിയാം, നിലവിൽ SBIക്ക് ഒരു അസോസിയേറ്റ് ബാങ്കുകളും ഇല്ല അല്ലെ? നിലവിൽ SBIക്ക് ഒരു അസോസിയേറ്റ് ബാങ്കുകളും നമുക്കില്ല. SBI, SBT ഉൾപ്പെടെ എല്ലാം അമാൽഗമേറ്റ് ചെയ്തു. അപ്പോൾ നിലവിൽ ഒരു അസോസിയേറ്റ് ബാങ്കുകളും ഇല്ല. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഇതിനിടയിൽ ഒരുപാട് മെർജിങ് നടന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മെർജിങ്? അതും നമുക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. നോക്കാം. 1963 ഫസ്റ്റത്തെ മെർജിങ് പറയുവാണ്. 1963 1963 State Bank of Bikaner and State Bank of Jaipur amalgamated to form State Bank Bikaner and Jaipur. അതായത് രണ്ട് ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരൊറ്റ ബാങ്കായിട്ട്
മാറ്റി അല്ലെ. എന്താണ് 1963 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ അമാൽഗമേറ്റഡ് ടു ഫോം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ. Then SBI acquired Bank of Bihar in 1969, National Bank of Lahore in 1970 and Krishnaram Beldo Bank in 1975. അപ്പോൾ ഇത് എന്താണ്? SBI അക്വയർ ചെയ്ത ബാങ്കുകളുടെ ലിസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് ഓഫ് ബീഹാർ ഉണ്ട്, നാഷണൽ ബാങ്ക് ഓഫ് ലാഹോർ ഉണ്ട്, കൃഷ്ണരം ബാൽഡോ ബാങ്ക് ഉണ്ട്. ഇതെല്ലാം എന്താണ്? SBI അക്വയർ ചെയ്ത ബാങ്കുകളുടെ ലിസ്റ്റാണ്. SBI acquired Bank of Cochin and merged to State Bank of Travancore. SBI ആരും അക്വയർ ചെയ്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കൊച്ചിനെ അക്വയർ ചെയ്തു. പക്ഷെ അത് പിന്നീട് എന്തിലോട്ടായി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറുമായിട്ട് മെർജ് ചെയ്തു. ഏത് വർഷം? 1985. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കേസാണ് ഇവിടെ പറയുന്നത്. SBI ഏതൊക്കെ ബാങ്കുകൾ അക്വയർ ചെയ്തു. ലാസ്റ്റ് എന്താണ് പറഞ്ഞത്? എന്താണ്? SBI കൊച്ചിൻ എന്താണ് ബാങ്ക് ഓഫ് കൊച്ചിനെയും അക്വയർ ചെയ്തു. പിന്നീട് അത് ആരുമായിട്ട് മെർജ് ചെയ്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറുമായിട്ട് മെർജ് ചെയ്തു. അത് എന്നാണ്? 1985 അല്ലെ. അപ്പൊ നമ്മൾ 1963 ഒരു മെർജിങ് പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ. ദെൻ ഇപ്പോൾ നമ്മൾ ബാങ്ക് ഓഫ് കൊച്ചിൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറുമായിട്ട് മെർജ് ചെയ്തു 1985. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മെർജ്ഡ് വിത്ത് SBI 13th August 2008. നെക്സ്റ്റ് മെർജിങ് നോക്കിക്കേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര മെർജ്ഡ് വിത്ത് SBI in 13th August 2008. State Bank of Saurashtra merged with the SBI in 13th August 2008. Then State Bank of Indore merged with the SBI in 27th August 2010. ഇപ്പൊ രണ്ട് മെർജിങ് ഒന്നോർത്തെ നമ്മളിപ്പോൾ മൊത്തത്തിൽ 4 മെർജിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പഠിച്ച 2 എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര അല്ലെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര അസോസിയേറ്റ് ബാങ്കുകളുള്ളതാണ് 8. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര എന്നാണ് SBIയുമായിട്ട് മെർജ് ചെയ്തതെന്ന് ചോദിച്ചാൽ വർഷം 2008 ആണ്. കറക്റ്റ് ഡേറ്റ് എന്നാണ്? 13th August 2008 എന്നാണ്. 13th August 2008 ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയും ആരുടെ മെർജ് ചെയ്തു? SBIയായിട്ട് മെർജ് ചെയ്തു. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ SBIയായിട്ട് മെർജ് ചെയ്ത എന്നാണ്? 2010 27th August 2010 ആര് മെർജായി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ 2010 കറക്റ്റ് ഡേറ്റ് 27th August. രണ്ടും ഓഗസ്റ്റ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറും മെർജ് ചെയ്തത് ഓഗസ്റ്റ് ആണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യം ഓർത്തോളുക. പക്ഷെ 2 year ഗ്യാപ്പ് ഉണ്ട് അല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ എന്നാണ്? ഓഗസ്റ്റ് 27th 2010 എന്നാൽ സൗരാഷ്ട്ര 2008 August 13th ആണ്. അപ്പോൾ നമ്മൾ ഈ മെർജിങ് ഡേറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 4 പഠിച്ചു അല്ലേ. നമ്മൾ നേരത്തെ ഏതൊക്കെയാണ്? 1963 മെർജിങ്ങും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. Then remaining 5 banks merged with SBI on 1st April 2017. അപ്പൊ നമുക്ക് എന്താണ്? മൊത്തത്തിൽ ബാങ്കുകളെല്ലാം എന്ത് ചെയ്യുവാണ്? മെർജ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ജയ്പൂർ അവിടെ ഒരു മെർജിങ് എന്താണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ 63 എന്ത് ചെയ്തു? 2 ബാങ്കുകളും കൂടെ ഒറ്റ ബാങ്കായി. ജയ്പൂർ ഒരു ബാങ്കായിരുന്നു, ബിക്കാനർ ഒരു ബാങ്കായിരുന്നു. രണ്ടും കൂടെ ഒരു ബാങ്കായിട്ട് മാറി അല്ലെ. ദെൻ മെർജ് ചെയ്തത് ഇപ്പൊ മൊത്തത്തിൽ എത്രയാണ്? ഇവിടെ ബാങ്കുകൾ 2 മെർജ് ചെയ്തു, അവിടെ 2 ബാങ്കുകൾ എന്തായി? ഒരു ബാങ്കായിട്ട് മാറി. അപ്പൊ നമുക്ക് മൊത്തത്തിൽ 3 എന്തായി? ബാങ്കുകൾ എന്ത് ചെയ്തു? മെർജ് ചെയ്തു മാറി. ഇനി നമുക്ക് എത്ര ബാങ്കുകൾ റിമൈനിങ് ഉണ്ട്? 5 ബാങ്കുകൾ അസോസിയേറ്റ് ബാങ്കുകൾ SBIയുടെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ 5 ബാങ്കുകൾ എന്ന് മെർജ് ചെയ്തു? 1st April 2017 ഈ 5 അസോസിയേറ്റ് ബാങ്കുകളും കൂടി ആരോടൊപ്പം മെർജ് ചെയ്തു? SBIയുമായിട്ട് മെർജ് ചെയ്തു അല്ലെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനറും ജയ്പൂറും കൂടെ ഒരുമിച്ചായപ്പോൾ തന്നെ ഒരു ബാങ്ക് മാറി. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര 2008
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡൂർ 2010 മാറി. പിന്നെ ബാക്കിയുള്ളത് എന്താ 8 അഞ്ച് ബാങ്കുകളാണ് റിമൈനിങ് ഉള്ളത്. ഈ 5 ബാങ്കുകൾ 1 ഏപ്രിൽ 2017 എന്ത് ചെയ്തു? SBIയുമായിട്ട് മർജായി. സോ നൗ SBI ഹാസ് എന്താണ്? നോ അസോസിയേറ്റ് ബാങ്ക്സ്. SBIക്ക് അസോസിയേറ്റ് ബാങ്ക്സ് ഉണ്ടോ? ഇല്ല. നമ്മൾ എണ്ണി പറഞ്ഞ 8 പേരും എന്തായി? മർജായി കഴിഞ്ഞു. സോ നൗ SBI ഹാസ് നോ അസോസിയേറ്റ് ബാങ്ക്സ്. ദെൻ ഭാരതീയ മഹിളാ ബാങ്ക്, ഇത് പോരാഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന 8 അസോസിയേറ്റ് ബാങ്കുകൾ അല്ലാതെ 2017 തന്നെ SBIയുമായിട്ട് ലയിച്ച മറ്റൊരു ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. കേട്ടോ, ഭാരതീയ മഹിളാ ബാങ്ക് എന്നാണ് മെർജ് ചെയ്തത്. 2017 മെർജ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമ്മളിപ്പോൾ 8 അസോസിയേറ്റ് ബാങ്കുകളുടെ മെർജിങ് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ നോക്കിയത്, ഏതൊക്കെ വർഷമെന്നുള്ളതാണ് നോക്കിയത്. അപ്പൊ അത് ഓർത്തോളുക. ഈ 8 അസോസിയേറ്റ് ബാങ്കിൽ ഉൾപ്പെടാത്തൊരു ബാങ്കാണ് ആര്? ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത്. ഭാരതീയ മഹിളാ ബാങ്ക് ഏത് വർഷമാണ്? 2017 എന്ത് ചെയ്തു? അത് SBIയുമായിട്ട് മെർജായി. വളരെ ശ്രദ്ധിച്ചോർക്കുക. നിലവിൽ SBIക്ക് അസോസിയേറ്റ് ബാങ്കുകൾ ഉണ്ടോ? ഇല്ല. നോ അസോസിയേറ്റ് ബാങ്ക്സ്. The next one, State Bank of India does not come under the list of nationalized bank. നമ്മൾ നാഷണൽ ബാങ്ക് 16 ബാങ്ക് നമ്മൾ 69 നാഷണലൈസ് ചെയ്തു. 14 ബാങ്ക് നമ്മൾ 69 നാഷണലൈസ് ചെയ്തു. 6 ബാങ്കുകൾ നമ്മൾ 18 നാഷണലൈസ് ചെയ്തു. ഇതിൽ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പേര് എവിടെയും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ നാഷണലൈസേഷൻ ലിസ്റ്റിൽ ആരില്ല? SBI ഇല്ല. കാരണം അത് അതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. So State Bank of India does not come under the list of nationalized banks as it has always been under the control of government. Hence there never occurred the need to nationalize it. ഓൾറെഡി ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പൊസിഷൻ ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ. സോ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. The first logo of the State Bank of India, it was founded July 1, 1955. എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ലോഗോയും എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്താണ്? ബനിയൻ ട്രീ അല്ലേ? ബനിയൻ ട്രീ. In the logo says that the bank has strong roots and it's capable of propagating and growing in all directions. ബനിയൻ ട്രീ, അതിൻ്റെ ആ ഒരു ട്രീയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അല്ലേ? വളരെ എന്താണ്? സ്ട്രോങ് റൂട്ടാണ്, വളരെ എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്തു പോകും അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് SBIയുടെ പ്രവർത്തനം എന്നാണ് അതിലൂടെ സൂചിപ്പിച്ചത്. സോ in the logo says that the bank has strong roots and is capable of propagating and growing in all directions. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതാണോ മെയിൻ ട്രീ? ആണോ നമ്മുടെ ഇപ്പോഴത്തെ ലോഗോ? അല്ല. കറണ്ട് ലോഗോയിലോട്ട് നമുക്ക് പോകാം. At present, the logo of the State Bank of India is blue circle with a small cut at the bottom. അല്ലെ, ഇപ്പൊ നമ്മൾ SBIയുടെ ഒരു ബ്ലൂ സർക്കിൾ, ഒരു സ്മോൾ കട്ട് വന്നിട്ടുള്ളതല്ലേ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് എന്താണ് SBIയുടെ ലോഗോ. സോ ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ ശേഖർ കമ്മത്ത്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള SBIയുടെ ലോഗോ ആരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ്സ് ഡിസൈൻഡ് ബൈ ശേഖർ കമ്മത്ത്. ആരാണ്? ശേഖർ കമ്മത്ത്. എ കീ ഹോൾ, ദ സിമ്പിൾ ഓഫ് സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സ്ട്രെങ്ത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ഓഫ് സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സ്ട്രെങ്ത് ആണ് ആ ലോഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ഓഫ് സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സ്ട്രെങ്ത്. സോ ഹിയർ നമുക്ക് കുറച്ച് പൊസിഷൻസ് അവിടെ എന്താണ് നമ്മൾ ആ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ പൊസിഷൻസ് ആരൊക്കെയാണ് അവിടെ എന്താണ് ഏതൊക്കെ പദവിയിൽ ആരൊക്കെയാണ് എന്താണ് റോള് പ്ലേ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ചെയർമാൻ ഓഫ് SBI, ഫസ്റ്റ് ചെയർമാൻ ആരാണ്? ജോൺ മത്തായി ആണ്. ഫസ്റ്റ് ചെയർമാൻ ജോൺ മത്തായി. പ്രീവിയസ് ചെയർമാൻ, അതായത് നമുക്ക് തൊട്ട് മുന്നേ എന്നാണ് മാറിയ ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖാരയാണ്. ദിനേശ് കുമാർ ഖാര. ഇപ്പൊ പ്രസന്റ് ചെയർമാൻ ആരാണ്? ശ്രീനിവാസലു സെട്ടി അല്ലെ? ശ്രീനിവാസലു സെട്ടി. ഇതാണ് ഇപ്പോഴത്തെ പ്രസന്റ് SBI ചെയർമാൻ എന്ന് പറയും. അപ്പൊ ആദ്യത്തേത് ജോൺ മത്തായി, പ്രീവിയസ് CS സെട്ടിക്ക് തൊട്ട് മുന്നേ ദിനേശ് കുമാർ ഖാരയായിരുന്നു. നൗ ഒക്ടോബർ 2025 ഓൺവേർഡ്സ് ആരാണ്?
കറണ്ട് ചെയർമാൻ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ചെല്ല ശ്രീനിവാസലു സെട്ടി. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ, SBIയിലെ ആദ്യത്തെ വുമൺ ചെയർപേഴ്സൺ, അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ആരാണ്? ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയാണ് കേട്ടോ. SBIയിലെ ഫസ്റ്റ് വുമൺ പേഴ്സൺ എന്ന സ്ഥാനം നിർവഹിച്ച ആദ്യത്തെ പ്രഥമ വനിത, ആദ്യവും പ്രഥമ ഒക്കെ ഒന്ന് തന്നെയാണ്. ആദ്യത്തെ വനിത ആരാണ്? അരുന്ധതി ഭട്ടാചാര്യയാണ്. എന്ന് തൊട്ടാണ് അരുന്ധതി ഭട്ടാചാര്യ ആ സ്ഥാനം ഏറ്റത്? 2013 ഒക്ടോബർ 7 മുതലാണ്. 2013 ഒക്ടോബർ 7-നാണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് SBI അരുന്ധതി ഭട്ടാചാര്യ. ടാഗ് ലൈൻ ഓഫ് SBI. SBIയുടെ ടാഗ് ലൈൻ എന്താണ്? ടാഗ് ലൈൻ ഓഫ് SBI പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നുള്ളതാണ് SBIയുടെ ടാഗ് ലൈൻ. ദെൻ ടാഗ് ലൈൻ ഓഫ് SBI കാർഡ്. SBI കാർഡ് എന്താണ്? ടാഗ് ലൈൻ മേക്ക് ലൈഫ് സിമ്പിൾ. സോ രണ്ട് നമുക്ക് ഓർത്തിരിക്കുക. SBIക്കും SBI കാർഡിനും രണ്ട് ടാഗ് ലൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. SBIയുടെ ടാഗ് ലൈൻ പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് ആൻഡ് SBI കാർഡ് മേക്ക് ലൈഫ് സിമ്പിൾ. SBI കോർഡിനേറ്റ് ക്ലിയർ ഹൗസ് ആക്ടിവിറ്റീസ് ഇൻ കേരള. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് RBI ആണെങ്കിൽ അതേ ക്ലിയറിംഗ് ഹൗസ് ആക്ടിവിറ്റീസ് നമ്മുടെ സ്റ്റേറ്റ് വൈസ് നമ്മൾ ചെയ്യുന്നത് ആരിലൂടെയാണ്? SBI ത്രൂ ആണ്. സ്റ്റാർട്ടഡ് മെർച്ചന്റ് ബാങ്കിങ്. SBI സ്റ്റാർട്ടഡ് ടു എൻഗേജിങ് മെർച്ചന്റ്. ഇപ്പൊ നോൺ ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് ആണ് ഈ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ. നോർമലി ഉള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് ഫംഗ്ഷൻസ് അല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഫംഗ്ഷൻസ് ആണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസിൽ ഉൾപ്പെടുത്താം. സോ മെർച്ചന്റ് ബാങ്കിങ് ഫംഗ്ഷൻസിൽ എൻഗേജ് ചെയ്തു തുടങ്ങിയത് ഏത് കാലഘട്ടം മുതലാണെന്ന് ചോദിച്ചാൽ ഇൻ ബിറ്റ്വീൻ 70 to 73, 1972-73 കാലഘട്ടത്തിലാണ് മെർച്ചന്റ് ബാങ്കിങ്ങിലേക്ക് SBI ജോയിൻ ചെയ്തത്. ദെൻ SBI ഇൻട്രൊഡ്യൂസ്ഡ് യോനോ ആപ്പ്. SBI യോനോ ആപ്പ് അല്ലെ, നമുക്ക് വളരെ പേയ്മെന്റുകൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യോനോ ആപ്പ്. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2017-ലാണ്. കറക്റ്റ് ഡേറ്റ് നവംബർ 2017-ലാണ് ഈ യോനോ ആപ്പ്. ഈ യോനോയുടെ എക്സ്പാൻഷൻ ഇവിടെ പറയുന്നുണ്ട്. യു ഓൺലി നീഡ് വൺ. ഇതിന്റെ എല്ലാ സർവീസുകളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതാണ്. യു ഓൺലി നീഡ് വൺ. അപ്പൊ യോനോ ബിസിനസ് ഉണ്ട്, പേഴ്സണൽ ആണെങ്കിലും ബിസിനസ് പർപ്പസിനാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ യു നീഡ് ഓൺലി വൺ എന്നുള്ളതാണ് യോനോയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? നവംബർ 2017-ലാണ് SBI യോനോ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഒരു ഇയർ നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓഫ് SBI ആണ്. നമുക്ക് യോനോനെ എങ്ങനെ പറയാം? ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ അല്ലെ, ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓഫ് SBI എന്ന് ഉദ്ദേശിക്കുന്നത് മാറി തന്നെയാണ്, യോനോ ആണ്. ദെൻ ടാഗ് ലൈൻ ഓഫ് SBI യോനോ ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബാങ്കിങ്. The policy adopted by SBI to bring back its old customers is Bank Vapasi. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഹിന്ദി എന്ന് വെച്ചാൽ വാപ്പസി, തിരിച്ചു വരിക എന്നുള്ള മീനിങ് അല്ലേ. അപ്പൊ അതിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മുടെ ഓൾഡ് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക, അവരെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാ. അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്കീമാണ് ബാങ്ക് വാപ്പസി. അപ്പൊ ചോദിക്കാം, ബാങ്ക് വാപ്പസി ആരുടെ സ്കീമാണ്? ICICIയുടെ ആണോ, SBIയുടേതാണോ അല്ലേ? ഏത് ബാങ്കിൻ്റെതാണ് ഈ ബാങ്ക് വാപ്പസി? ഓർത്തോളുക, SBIയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ബാങ്ക് വാപ്പസി എന്ന് പറയുന്നത് കേട്ടോ. ദ പോളിസി അഡോപ്റ്റഡ് ബൈ SBI എന്തിനാണ്? ടു ബ്രിങ് ബാക്ക് ഇറ്റ്സ് ഓൾഡ് കസ്റ്റമേഴ്സ്, അവരുടെ പഴയ ഓൾഡ് കസ്റ്റമേഴ്സിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് ബാങ്ക് വാപ്പസി. ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്? ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തതും SBI ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? SBI ആണ്. സ്ലോഗൻ ഓഫ് SBI. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ലോഗൻ തന്നിട്ട് അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ, കാനറ ബാങ്ക് ആണോ, SBI ആണോ എന്നുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ SBIയുടെ സ്ലോഗൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
The nation bank owners. The nation bank owners. With you all the way. എന്താണ്? With you all the way. A bank of the common man. എന്താണ്? A bank of the common man. The banker to every Indian. ഇത് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് അല്ലേ? The banker to every Indian. അല്ലേ? അപ്പൊ എന്തൊക്കെയാണ്? The nation bank owners. With you all the way. A bank of the common man. The banker to every Indian. ഈ താഴെ പറയുന്നതിന് എല്ലാ പോയിന്റ് സ്റ്റേറ്റ്മെന്റുകൾക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? SBI. സോ SBI ഉത്തരം വരുന്ന ചോദ്യങ്ങൾ എന്താന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ദ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ആരാണ്? SBI ആണ്. The largest bank in the world on the basis of number of branches and number of ATMs. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസും ഏറ്റവും കൂടുതൽ ATM സെന്റേഴ്സും ഉള്ളത് ആർക്കാണ്? SBIക്കാണ്. The first Indian bank which opened a branch in China. ചൈനയിൽ ആദ്യമായിട്ട് ബ്രാഞ്ച് തുടങ്ങിയ ബാങ്ക് ഏതാണ്? പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? SBI ആണ്. The largest public sector bank in India. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്കും ആര് തന്നെയാണ്? SBI. അപ്പൊ ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു 4 പോയിന്റിന്റെയും ആൻസർ ഒറ്റ ആളാണ്. ആരാണ്? SBI ആണ്. ഒന്നും കൂടി എന്തൊക്കെയാണ്? ദ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഓൾസോ ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്, then the largest bank in the world on the basis of branches and also on the basis of ATM counters. The first Indian bank which opened branch in China. അല്ലേ? 4ന്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങളാണ് അതിൽ പഠിച്ചിട്ടുള്ളത്. സോ ഹിയർ നമ്മൾ സ്കീമുകൾ ആണ് നോക്കാൻ പോകുന്നത്. SBI ഡെവലപ്മെന്റിന് വേണ്ടി, അതായത് എന്ത് പറയാൻ, ഓരോ സെക്ടേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പല സ്കീമുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സ്കീമുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഫാം ഗ്രാജുവേറ്റ് സ്കീം, ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1969. ഫാം ഗ്രാജുവേറ്റ് സ്കീം അത് 1969 ഫാം ഗ്രാജുവേറ്റ് സ്കീം SBI കൊണ്ടുവന്നത്. ഇത് 2 ചോദ്യങ്ങളാണ്. ഫാം ഗ്രാജുവേറ്റ് സ്കീം കൊണ്ടുവന്നത് ആരെന്നുള്ളത് ആദ്യ ചോദ്യമാണ്. ഫാം ഗ്രാജുവേറ്റ് സ്കീം ആരുടേതാണ്? SBIയുടേതാണ് ആദ്യ ചോദ്യം. ഇത് ഏത് വർഷമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1969 ഫാം ഗ്രാജുവേറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The main objective was to utilize the technical know-how and skill of agricultural graduates by providing them with the finance for setting up agricultural projects, thereby promoting technical advancement and entrepreneurship in Indian agriculture. Indian agriculture ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ എന്ത് ചെയ്യുക? ടെക്നിക്കൽ നോ-ഹൗ ആൻഡ് സ്കില്ല് ആർക്ക് കൊടുക്കുക? അഗ്രികൾച്ചറൽ ഗ്രാജുവേറ്റ്സിന് എന്ത് ചെയ്യുക? അവരെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക അല്ലേ? ബൈ പ്രൊവൈഡിങ് വിത്ത് ഫിനാൻസ്. അപ്പൊ അവർക്ക് അവരുടെ ടെക്നിക്കൽ നോഹവും സ്കില്ലും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസുകൾ കൊടുത്ത് കൂടുതൽ അഗ്രികൾച്ചറൽ ഏരിയയിൽ പുതിയ പുതിയ ഇന്നോവേഷൻസുകൾ കൊണ്ടുവരികയും അത് ആ ഒരു സെക്ടറിനെ ഡെവലപ്മെന്റിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം വന്നത് അല്ലേ? ഇതിനെപ്പറ്റി അറിവുള്ളവരെ അറിവ് എന്ത് ചെയ്യുക? യൂസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീമിനുള്ളത്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ SBI ഇൻ 1969. അടുത്ത സ്കീം എന്താണ്? ഇക്വിറ്റി ഫണ്ട് സ്കീം. ഇക്വിറ്റി ഫണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് SBI ആണ് ഇൻ 1978. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു സ്കീമാണ് ഇക്വിറ്റി ഫണ്ട് സ്കീം. വന്ന വർഷം മറക്കരുത്, 1978 കൊണ്ടുവന്നത്. ഇക്വിറ്റി ഫണ്ട് സ്കീം ഈസ് ടു പ്രൊവൈഡ് ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ബൈ ഇൻവെസ്റ്റിംഗ് predominantly in equity shares and equity related instruments for companies. എന്തിനാണ്? നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാക്കുക. എങ്ങനെയായിരിക്കും നമ്മളത് അച്ചീവ് ചെയ്യുന്നത്? നമ്മൾ ഇക്വിറ്റി ഷെയർസിലും ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അല്ലേ? സോ ഇക്വിറ്റി ഫണ്ട് സ്കീം ബൈ SBI, ഇയർ മറക്കരുത്, 1978 അത് കൊണ്ടുവന്നിട്ടുള്ളത്. The third one, റീസർജന്റ് ഇന്ത്യ ബോൺസ്. മൂന്നാമത്തെ സ്കീമാണ് റീസർജന്റ് ഇന്ത്യ ബോൺസ്.
ദ റീസർജന്റ് ഇന്ത്യ ബോൺസ് അഥവാ RIB എക്സ്പാൻഷൻ തന്നെ നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം. വാട്ട് യു മീൻ ബൈ RIB? റീസർജന്റ് ഇന്ത്യ ബോൺസ്. Where foreign currency denominated bonds issued, foreign currency denominated bonds ആണ് which is issued by SBI എന്നാണ് in August 1998. ഓരോന്നിന്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഫാം ഗ്രാജുവേറ്റ് സ്കീം 69, then equity fund scheme 78, and here resurgent bond August 1998. To attract fund from non-resident Indians, അതായത് ഓവർസീസ് കോപ്പറേറ്റീവ് ബോഡികളിൽ നിന്നും നോൺ റെസിഡൻസ് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഫണ്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ബോണ്ടുകളെയാണ് നമ്മൾ റീസർജന്റ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, റീസർജന്റ് ബോണ്ട് എന്ന് വെച്ചാൽ ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് എന്താണ് ബോണ്ടുകളാണ് ടു അട്രാക്ട് നോൺ റെസിഡൻസ് ഇന്ത്യൻസിനെയും അതുപോലെ തന്നെ ഓവർസീസ് കോപ്പറേറ്റീവ് ബോർഡുകളെയും അട്രാക്ട് ചെയ്യാനാണ് ഇത്തരത്തിലുള്ളൊരു സ്കീം കൊണ്ടുവന്നത്. ഇതിലൂടെ നമ്മുടെ കൺട്രി ഡെവലപ്മെന്റിലോട്ട് എത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട SBIയുടെ ഒരു സ്കീം. സോ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട SBIയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. SBI ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ SBIയുമായി ബന്ധപ്പെട്ടിട്ട് വർഷങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഇയേഴ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.